ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് എന്നോട് പേഴ്സണലി പലരും വന്ന് പറയുന്നുണ്ട്, തേർഡ് പാർട്ടിയുടെ കൂടെയുള്ള അവരുടെ സിറ്റുവേഷൻ ഒന്ന് നോക്കാമോ, നിങ്ങളോടാണോ തേർഡ് പാർട്ടിയോടാണോ അവർക്ക് കൂടുതൽ താല്പര്യം, അവരുടെ ഒരു കറൻറ്റ് ഫീലിങ്സ് പറയാമോ എന്നുള്ളതല്ല. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ഒരു ഓവറോൾ എനർജിയാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമാണ് നിങ്ങളിപ്പോൾ സെപ്പറേറ്റ് ആയി പോയിരിക്കുന്നതെങ്കിൽ ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഹാപ്പിയാണോ, അവർക്കിപ്പോൾ നിങ്ങളോടാണോ തേർഡ് പാർട്ടിയോടാണോ കൂടുതൽ താല്പര്യം, ആ ഒരു രീതിയിലുള്ള ഒരു ഓവറോൾ എനർജിയാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ എപ്പോൾ കാണുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്ത് നിങ്ങളുടേതാക്കാതിരിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു മാച്ചിങ് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജായി മാത്രം എടുക്കുക. അപ്പോൾ നമുക്ക് റീഡിംഗ് പാർട്ടിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡുകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണും അതുപോലെ തന്നെ തേർഡ് പാർട്ടിയും എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ വളരെയധികം കണക്ഷൻ ഉള്ള വ്യക്തികളാണ്. അതായത് മോസ്റ്റ് പ്രോബബ്ലി കുറേ പേർക്കെങ്കിലും ഇവർ ഹസ്ബൻഡോ വൈഫോ അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ അത്തരത്തിൽ വളരെയധികം റിലേഷൻഷിപ്പുള്ള, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാതാപിതാക്കളാവാം, സഹോദരിയാവാം. അപ്പോൾ ഒരുപാട് നല്ല രീതിയിലുള്ളൊരു കണക്ഷനുള്ള വ്യക്തികളാണ്. അതായത് ഇവർ മെൻ്റലി കണക്റ്റഡ് ആണ് എന്നല്ല പറയുന്നത്, അല്ലാതെ നമുക്ക് ആ ഒരു സൊസൈറ്റിയുടെ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് അടുപ്പം തോന്നിക്കുന്ന രീതിയിലുള്ള ബന്ധത്തിൽപ്പെട്ട വ്യക്തികളാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൻ്റെ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഡിവൈൻ ഫെമിനിൻ, ഡിവൈൻ മെസ്ക്യുലിൻ എന്ന് പറയുന്ന തരത്തിലാണ്. അതായത് നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഡിവിനിറ്റി ഉള്ള, അല്ലാന്നുണ്ടെങ്കിൽ ഏതൊക്കെയോ തരത്തിൽ നിങ്ങൾ ഒന്നിക്കേണ്ടുന്ന രണ്ട് വ്യക്തികൾ തന്നെയാണ്. ചിലപ്പോൾ ഈ ഒരു ലൈഫിൽ നിങ്ങൾ തമ്മിൽ അത്തരത്തിലുള്ള ഒരു കണക്ഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ പോലും പാസ്റ്റ് ലൈഫ് കണക്ഷനിൽ അത്രയും ശക്തമായിട്ടുള്ള ഒരു ബോണ്ടിങ് ഉള്ള രണ്ട് വ്യക്തികളാണ് നിങ്ങൾ. അതായത് ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിവൈൻ്റെ മുമ്പിൽ ആ ഒരു സോൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുള്ള രണ്ട് വ്യക്തികളാണ് നിങ്ങൾ. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രത്തോളം പവർഫുള്ളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സമയത്തായിരിക്കും. അതായത് ഇങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇത്തരത്തിലാകുമെന്നോ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കാതിരിക്കുന്ന ഒരു സമയത്ത് വന്ന് പെട്ടിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിരിക്കും. അങ്ങനെ പറയാൻ കാര്യം, ചില റിലേഷൻഷിപ്പ് ഇപ്പോൾ നമുക്കറിയാം, ഓൾറെഡി നമ്മളുമായിട്ട് ചിലപ്പോൾ ഒരുപാട് കണക്ഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ടായിരുന്നിരിക്കാം. പതിയെ ഈ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു രീതിയിലേക്ക് മാറി നമ്മളുടെ ഒരു പ്രണയം ആ ഒരു ടച്ചിലേക്ക് പോകുന്ന റിലേഷൻഷിപ്സും ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരിക്കലും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരും, ആ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ എത്രത്തോളം കണക്റ്റഡ് ആവും. അപ്പോൾ തീർത്തും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേർന്നിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് ഈ പേഴ്സൺ. ഇവിടെ ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് പല രീതിയിലുള്ളൊരു ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടാവുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ക്ലാഷസ് ഉണ്ടാവുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതിന് ചിലപ്പോൾ ഒരു കാരണമായിട്ട് വരുന്നത് ഈ ഒരു വ്യക്തി അവരെ കാര്യമായിട്ട് കെയർ ചെയ്യുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടത്ര ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണുമായിട്ട് നല്ല രീതിയിൽ അവിടെ വഴക്കുകൾ ഉണ്ടാവുന്നു, അല്ലാന്നുണ്ടെങ്കിൽ അവർ ഏതൊക്കെയോ തരത്തിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് അത്ര സാറ്റിസ്ഫൈ ചെയ്തല്ല പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. അതായത് ഈ ഒരു സമയം തേർഡ് പാർട്ടിയോടൊപ്പമുള്ള നിങ്ങളുടെ പേഴ്സൺ അവരുടേതായ കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് അവരിപ്പോൾ തേർഡ് പാർട്ടിയുടെ കൂടെയോ ആരുടെ കൂടെ ആയിക്കൊള്ളട്ടെ, ഏത് സിറ്റുവേഷനിലായിക്കോട്ടെ, അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവരുടേതായ കാര്യങ്ങൾക്കാണ്. അതായത് ചിലപ്പോൾ അവരുടെ ജോബിനായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സെൽഫ് കെയറിങ്ങിനായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഹെൽത്ത് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കാം. അപ്പോൾ അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. ഈ ഒരു തേർഡ് പാർട്ടിയായിട്ട് വലിയ അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഇവരുടേത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ടുന്ന ഒരു പരിഗണന നിങ്ങളുടെ പേഴ്സൺ കൊടുക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ ശക്തമായിട്ട് നിങ്ങളുടെ തേർഡ് പാർട്ടിക്കും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ വളരെ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് അകന്നു പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം. ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഇന്നോ ഇന്നലെയോ തുടങ്ങിയിട്ടുള്ളതല്ല, എങ്കിൽ പോലും ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ രണ്ട് ധ്രുവങ്ങളിലാണ്, ആ ഒരു രീതിയിലായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ വിദേശത്ത് ജോലി എടുക്കുന്ന ഒരു വ്യക്തിയാവാനുള്ള സാധ്യതയുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ടാണ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് ഇവരുള്ളതെങ്കിൽ പോലും അവരിൽ നിന്നും ചിലപ്പോൾ വളരെയധികം ലോങ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്.
അപ്പോൾ ഇവിടെ നിങ്ങളെയും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണെയും തമ്മിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും എത്ര ഡിസ്റ്റൻസിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു മറയായിട്ട് ഈ ഒരു തേർഡ് പാർട്ടി കയറി നിൽക്കുന്നുണ്ടെങ്കിലും എങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഡീപ്പ് കണക്ഷൻ ഉള്ള വ്യക്തികളാണ്. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ എത്ര ദൂരെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഇൻഡ്യൂട്ടീവ് പവർ രണ്ട് പേർക്കും ഉണ്ടാവുന്നുണ്ട്. അതുപോലെ നിങ്ങൾ പരസ്പരം ഏതൊക്കെയോ രീതിയിൽ കണക്റ്റഡ് ആവുന്നുണ്ട്. ചിലപ്പോൾ ടെലിപ്പതിക്കലി കണക്റ്റഡ് ആയിരിക്കാം. രണ്ട് പേർക്കും ഏകദേശം ഒരു മിറർ പോലെ ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. അതായത് ആ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന ഒരു ടൈമിൽ തന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ അവരൊന്ന് ഹാപ്പി ആവുന്ന ടൈമിൽ നിങ്ങൾക്കും അങ്ങനെ ആവാൻ സാധിക്കുന്നുണ്ടാവാം. അതുപോലെ നിങ്ങളൊന്ന് ഡെസ്പ് ആവുകയാണെങ്കിൽ അവരും അതുപോലെ തന്നെ. ആ ഒരു മിറർ ഇമേജ് എന്ന് പറയുന്ന രീതിയിൽ രണ്ട് പേരും പരസ്പരം കണക്റ്റഡ് ആവുന്നുണ്ട്. അതായത് നിങ്ങൾ രണ്ടുപേരും തികച്ചും രണ്ട് വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു യൂണിറ്റി, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു തോട്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ രീതികൾ, നിങ്ങളുടെ പെരുമാറ്റം, ഇതെല്ലാം തമ്മിൽ ഏതൊക്കെയോ രീതിയിലുള്ള കണക്ഷൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ രണ്ടുപേരും പലപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ മനസ്സുകൊണ്ട് ഇനിയിപ്പോൾ ഇതിൽ നിൽക്കേണ്ട കാര്യമില്ല, എന്തിനും ഇതിൽ നിന്നിട്ട് ഇങ്ങനെ പെയിൻ അനുഭവിക്കണം, എനിക്കിത് മറന്നു കളഞ്ഞിട്ട് പോകണം എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ രണ്ടു പേർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിലും വിചാരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ ഫാമിലിയുടെയോ ഒക്കെ അഡ്വൈസ് കിട്ടിയിട്ടുണ്ടാവാം. ഇനി ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്ന് വെറുതെ ജീവിതം നശിപ്പിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരുടെങ്കിലും ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം. അപ്പോൾ പലപ്പോഴും നിങ്ങളത് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതൊന്ന് ക്വിറ്റ് ചെയ്ത് പോവാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതെനിക്ക് മറക്കാൻ കഴിയും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള സാഹചര്യമൊക്കെ കൊണ്ടായിരിക്കാം പലപ്പോഴും ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റും, ഞാൻ നോക്കട്ടെ, ട്രൈ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ഈ ഒരു പേഴ്സണും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്കും ഇത് സാധ്യമാവുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് സെൽഫ് ലവ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നിങ്ങളായിക്കൊള്ളട്ടെ, തേർഡ് പാർട്ടി ആയിക്കോട്ടെ, ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ കാര്യം നോക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും ഇപ്പോൾ ബെറ്റർ എന്നുള്ള രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓൾറെഡി തേർഡ് പാർട്ടിക്ക് ഒരു കെയർ കൊടുക്കുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ അവരെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള പരാതിയെല്ലാം തേർഡ് പാർട്ടിക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവർക്ക് ക്ലാഷസ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുണ്ട്. എത്ര അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് സാധിക്കുന്നില്ല. അപ്പോൾ ആകെ ഒരു ടോട്ടൽ കൺഫ്യൂഷൻ ഈ ഒരു പേഴ്സൺ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവർ സ്വീകരിച്ചിരിക്കുന്ന മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ഇതിലേക്കെല്ലാം വരാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടേതായിട്ടുള്ളൊരു ലോകത്താണ് എന്ന് വേണമെങ്കിൽ പറയാം. അവരിപ്പോൾ ആരെയും ശ്രദ്ധിക്കുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡ് അത്രത്തോളം ഡിസ്റ്റർബ്ഡ് ആയതുകൊണ്ട് തന്നെ ഒരു ഫ്രീഡം, നമ്മളിവിടെ കാണുന്ന ഒരു ഫൂളിൻ്റെ പോലെ ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്ന പോലെ അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ വരാഴികളൊന്നും ചിന്തിക്കുന്നില്ല, എൻ്റേതായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ എൻ്റേതായിട്ടുള്ള ഫ്രീഡത്തിന് വേണ്ടിയിട്ട് ഞാൻ സമയം കണ്ടെത്തട്ടെ എന്നുള്ളൊരു രീതിയിൽ അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെയാണോ അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടീനോടാണോ കൂടുതൽ സ്നേഹം, അല്ലാന്നുണ്ടെങ്കിൽ ആരോടാണ് അവർക്ക് കൂടുതൽ പ്രിയം എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളോട് തന്നെയാണ്. നിങ്ങളുമായിട്ട് അവർ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പോലും അകലാനാവാത്ത വിധം എന്തൊക്കെയോ തരത്തിലുള്ള അടുപ്പം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, എത്ര പ്രാവശ്യം വേണമെങ്കിലും മൂവ് ഓൺ ചെയ്ത് പോവാം, ഇനി അവർ പോട്ടെ, ഇനി എനിക്കിത് പഴി കേൾക്കണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ പോലും അവരെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ലവിൻ്റെ അടിത്തട്ടെന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. തേർഡ് പാർട്ടിയോട് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിച്ചു പോവുകയാണ്. ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു കണക്ഷൻ ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒഴിവാക്കാനാവാത്തത് കൊണ്ട് സഹിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവരതിനകത്ത് കൂടുതൽ കമ്മിറ്റായിട്ടിരിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ അവർ പറയുന്ന അനുസരിക്കുകയോ ആ ഒരു രീതിയിലൊന്നുമില്ല. പക്ഷേ അവർക്ക് ഒഴിവാക്കി കളയാൻ പറ്റുന്നില്ല, അതാണ് അവരുടെ മെയിൻ പ്രശ്നം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു സ്പ്രെഡിനകത്ത് കാണുന്ന പോലെ ആ ഒരു ക്യൂൻ ഓഫ് കപ്സ് ആൻഡ് കിങ് ഓഫ് കപ്സ്, അതിനിടയിൽ വന്നിരിക്കുന്ന ആ ഒരു ഹൈ പ്രീസ്റ്റസ് പോലെയാണ് ഈ ഒരു തേർഡ് പാർട്ടി. അതായത് നിങ്ങൾ രണ്ട് വ്യക്തികളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും നിങ്ങളെ തമ്മിൽ അടുക്കാൻ അനുവദിക്കാത്ത രീതിയിലുള്ള ആ ഒരു എന്താ പറയുന്നത് ഹൈ പ്രീസ്റ്റസ് എനർജി പോലെ കാണപ്പെടുന്നതാണ് ഇവിടുത്തെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഒരു 90% വ്യക്തികൾക്കെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ലേഡിയാണ്. അപ്പോൾ വളരെയധികം ഇൻറ്റ്യൂട്ടീവ് പവറുള്ള, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ മടിയില്ലാത്ത, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും ചെയ്യാനായിട്ട് യാതൊരു മടിയില്ലാത്ത, സ്വന്തം കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാൻ മടിയില്ലാത്ത തരത്തിലുള്ള ഒരു ഫീമെയിൽ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്.
അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരുന്ന ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വളരെ ദീർഘവീക്ഷണമുള്ള ഒരാളാണ്. അതായത് നിങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഏതറ്റം വരെ പോകും, അല്ലാന്നുണ്ടെങ്കിൽ ആ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ചെറിയൊരു മാറ്റം പോലും അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ നിങ്ങൾ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇവരാണ് നിങ്ങൾക്കുള്ള അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇത്രയും ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ആത്മബന്ധമൊക്കെ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ട് പോലും ചിലപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റുമായിട്ട് വരാതിരിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടി കാരണം തന്നെയാണ്. അതായത് ഈ തേർഡ് പാർട്ടിയുമായിട്ട് വെറുതെ ഒരു കശപിശ ഉണ്ടാക്കണ്ട, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഇപ്പോൾ ചെയ്ത് വെറുതെ മനസ്സമാധാനം കളയണ്ട, സ്വസ്ഥത കളയണ്ട എന്നുള്ള രീതിയിലാണ് അവർ അവരുടേതായ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷൻ ഇന്നല്ലെങ്കിൽ നാളെ മാറും, ഇതെന്നും ഇങ്ങനെ തന്നെ ഉണ്ടാവില്ല എന്നാണ് ഇവരുടെ ഒരു തോട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ജഡ്ജ്മെൻറ്റ് പീരീഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു ദൈവത്തിൻ്റെ വിധി അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു യൂണിവേഴ്സിൻ്റെ തീരുമാനമാവാം, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നുണ്ട്. അതപ്പോൾ നിങ്ങളുടെ കാര്യത്തിനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ആരെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു അനിവാര്യമായിട്ടുള്ളൊരു വിധി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിധി വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കും പരസ്പരം ഒരു ക്ലാരിറ്റി ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് പാർട്ടീനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള ടെൻഷനുണ്ട്. എന്തുകൊണ്ട് ഈ ഒരു പേഴ്സൺ അവരോട് കൂടുതൽ താല്പര്യം കാണിക്കുന്നില്ല, അവർ നിങ്ങളിലേക്ക് പോരാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണോ, അവരുടെ മനസ്സിൽ നിങ്ങളാണോ എന്നുള്ള ഒരു ആവലാതി തേർഡ് പാർട്ടിയുടെ മനസ്സിലുണ്ട്. ഞാൻ ഇതിൻ്റെ രണ്ടിലും ഇടയിൽ പെട്ട് എന്ത് ചെയ്യും എന്നുള്ളൊരു രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ഓർത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് നല്ല രീതിയിൽ ഇമോഷണലി നിങ്ങൾ ഡൗൺ ആവുന്നുണ്ട്. നിങ്ങൾക്ക് പലപ്പോഴും ഈ ഒരു പേഴ്സണെ കുറിച്ച് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പഴയ മെമ്മറീസ് ആലോചിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് കരച്ചിൽ വരുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു റീഡിങ് കാണുമ്പോൾ പോലും അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ടുള്ള ഏതെങ്കിലും ഒരു മെമ്മറീസോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ പറയാതെ നിറയുന്നുണ്ടാവാം. കാരണം അത്രത്തോളം ഇമോഷണലി കണക്റ്റഡ് ആണ് നിങ്ങൾ രണ്ടുപേരും. നിങ്ങളുടെ രണ്ടുപേരുടെ എനർജീസും അത്തരത്തിലുള്ളതാണ്. ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഇമോഷൻസ് നല്ല രീതിയിലുള്ള വ്യക്തിയാണ്. അത്രയും എന്താ നമ്മൾ പറയുന്നത്, ഒരു മനക്കട്ടിയുള്ള അല്ലാന്നുണ്ടെങ്കിൽ അത്രയും സ്ട്രോങ് ചങ്കുറപ്പായിട്ട് നിൽക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും ഒരുപാട് സെൻസിറ്റീവായിട്ടുള്ള രണ്ട് വ്യക്തികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള അനിവാര്യമായിട്ടുള്ള ആ ഒരു ഡിസിഷൻ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഡിവൈൻ്റെ തീരുമാനം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനിലും ഇല്ല. ഒരു സിംഗിൾ കോണ്ടാക്റ്റ് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് തരാനുള്ള യാതൊരു സാധ്യതയുമില്ല. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഇങ്ങനെ അകന്ന് നിൽക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ഇത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഒന്നും മിണ്ടാണ്ട് സൈലൻ്റായിട്ട് മാറി നിൽക്കുന്നത്, ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും പോവണ്ട, അല്ലാന്നുണ്ടെങ്കിൽ എടുത്തിയാടി ഞാനായിട്ടൊന്നും ചെയ്യണ്ട, ഒന്ന് കുറച്ച് സഹിച്ച് മാറി നിന്ന് കഴിഞ്ഞാലും നാളെ ഇതെല്ലാം ശരിയാവുമായിരിക്കും എന്നുള്ളൊരു തോട്ടിലായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി ഇത്രത്തോളം ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ആ ഒരു ഹൈ പ്രീസ്റ്റസ് എനർജി പോലെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇൻ്റർഫിയറൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തുണ്ട്. അപ്പോൾ ഞാനായിട്ട് ഇനി എടുത്ത് ചാടി ഒരു വഴക്കുണ്ടാക്കണ്ട, ഒന്ന് സൈലൻ്റ് ആയേക്കാം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് മിണ്ടാതെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു സ്പ്രെഡിനകത്ത് നിങ്ങളുടെ 3 പേരുടെയും എനർജീസ് ഉണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ അതുപോലെ തന്നെ തേർഡ് പാർട്ടിയാണ് നമ്മളിവിടെ മെയിനായിട്ട് നോക്കിയത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഓരോരുത്തരും ഓരോ തരത്തിലുള്ള എനർജി വൈബ്സാണ്. ആർക്കും ഒരു സ്വസ്ഥത ഇല്ലാത്ത തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്ന് തട്ടിയെടുത്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവരുടെ കൈപ്പിടിയിലാക്കിയിട്ട് തേർഡ് പാർട്ടിക്ക് ഒരു സ്വസ്ഥത ഇല്ല, അല്ലാന്നുണ്ടെങ്കിൽ അവർ അത്രത്തോളം ഹാപ്പി ആയിട്ട് നമുക്ക് അവരെ കാണുന്നില്ല. നിങ്ങളിൽ നിന്ന് അകന്നു പോയതുകൊണ്ടും പിന്നെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ കൂടുതലായിട്ടുള്ള ഒരു ഇൻ്റർഫിയറൻസ് കാരണം നിങ്ങളുടെ പേഴ്സൺ ഹാപ്പിയല്ല, അവർ പോയതുകൊണ്ട് നിങ്ങളും ഹാപ്പിയല്ല. നിങ്ങൾക്കും വളരെ ഇമോഷണലി ഡൗൺ ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ആ കരഞ്ഞിരിക്കുന്ന പോലെയുള്ള ഒരു എനർജി തന്നെയാണ് നിങ്ങളുടെ. പക്ഷെ നിങ്ങളും വിചാരിക്കുന്നുണ്ട് നാളെ എല്ലാം കലങ്ങി തെളിയുമായിരിക്കും എന്നുള്ളൊരു പോസിറ്റീവ് തോട്ട് ഇവിടെ നിങ്ങൾക്കും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ എത്ര ലോങ് ഡിസ്റ്റൻസിലാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും 2 കോർണേഴ്സിലായി പോയെങ്കിൽ പോലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് നല്ല സ്ഥാനമുണ്ട്, അവരൊരുപാട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അത്രത്തോളം ഒരു ചങ്കൂറ്റം എടുത്ത് എന്തെങ്കിലും ചെയ്യാൻ മാത്രം ഒരു ധൈര്യമുള്ള ഒരു വ്യക്തിയല്ല നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളും പിന്നെ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഈ ഒരു സെപ്പറേഷൻ വന്ന് പെട്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് അവരുടെ മനസ്സിൽ വരുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് കാർഡ് പറയുന്നത്
Look deep within your heart and you will feel my love. My love for you is as deep as the ocean. അതായത് നീ നിൻ്റെ ഹൃദയത്തിലേക്ക് തന്നെ നോക്കൂ, ആഴത്തിലേക്ക് നോക്കി കഴിയുമ്പോൾ എൻ്റെ സ്നേഹം നിനക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. അതായത് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം ഒരു ഓഷ്യൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സമുദ്രം പോലെ അത്രത്തോളം അഗാധമായിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ബാലൻസ് ആണ്. ലവ് ഈസ് നോട്ട് ഓൾവേസ് അബൌട്ട് എഗ്രീയിങ് ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ്. എ ഗ്രേറ്റ് റിലേഷൻഷിപ്പ് ഈസ് വൺ ദാറ്റ് ബോത്ത് സപ്പോർട്ട്സ് ആൻഡ് ചലഞ്ചസ്. അതായത് പ്രണയം എന്ന് പറയുന്നത് എപ്പോഴും എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും സപ്പോർട്ട് ചെയ്ത് അല്ലാന്നുണ്ടെങ്കിൽ അത് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് എല്ലാത്തിലും എഗ്രി ചെയ്ത് തലയാട്ടി പോകുമെന്ന് നമ്മൾ പറയില്ല, ആ ഒരു രീതിയിൽ പോകുന്നതല്ല. അതിന് പകരമായിട്ട് അതിൽ സപ്പോർട്ട് ചെയ്താലും അതിൽ ചാലഞ്ചസും ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് ഒരു നല്ല ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഉയർച്ചയും താഴ്ചയും ആ ഒരു സപ്പോർട്ടും ചലഞ്ചും രണ്ടും ഒരേപോലെ കാണും എന്നുള്ളതാണ്. ഇവിടെ വന്നിരിക്കുന്ന ലാസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ന്യൂ ബിഗിനിങ് ആണ്. എ ന്യൂ അഡ്വെഞ്ചർ അവെയ്റ്റ്സ്, എംബ്രേസ് ഇറ്റ് ആൻഡ് ലിവ് യുവർ ഡ്രീംസ് പാഷനേറ്റ്ലി. അതായത് തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ അകന്ന് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റീയൂണിയൻ അല്ലാന്നുണ്ടെങ്കിൽ ആ വീണ്ടുമുള്ള ഒരു ന്യൂ ബിഗിനിങ് തീർച്ചയായിട്ടും നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ വരവേൽക്കാനായിട്ട് നിങ്ങൾ ഇരിക്കുക. നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡ്രീം നിങ്ങൾ പാഷനേറ്റ്ലി മുന്നോട്ട് പോവുക, ആ ഒരു രീതിയിൽ ജീവിച്ച് തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ എല്ലാ പ്രോബ്ലംസും മാറി നിങ്ങൾ തമ്മിലുള്ള ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവും എന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുകയാണ്. അതിനുള്ള ഒരു റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് ഇവർ കാത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങളെ ഇപ്പോൾ സാഹചര്യങ്ങൾ അകറ്റി നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാണെങ്കിൽ പോലും നാളെ ഇതെല്ലാം മാറിയിട്ട് നിങ്ങളുടെ ആ ഒരു റീയൂണിയൻ സംഭവിക്കും എന്നുള്ളത് തന്നെ ഉറച്ച് വിശ്വസിക്കുക. ഈ ഒരു പേഴ്സൺ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഏതൊരു സിസ്റ്റത്തിലാണ് അവരുള്ളതെങ്കിലും അവർ ആ ഒരു തോട്ടിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹവും അല്ലെങ്കിൽ ആ ഒരു പ്രണയവും അത്രയും ഡീപ്പായിട്ട് തന്നെയുണ്ട്. നിങ്ങളുടെ മനസ്സിലും അതുള്ളതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു നല്ല നാളേക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണും ഇത്തരത്തിൽ അകന്നു പോയ വ്യക്തികളാണോ? നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയ്ക്ക് ഇതുപോലെ ഒരു തേർഡ് പാർട്ടി മൂലമാണോ നിങ്ങൾ അകന്നു പോയിട്ടുള്ളത്? നിങ്ങളുടെ പേഴ്സൺ എത്രത്തോളം സ്നേഹമുള്ള വ്യക്തിയാണോ? നിങ്ങളും അതുപോലെ തന്നെ തിരിച്ചവരെ സ്നേഹിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ എഴുതി അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.